ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് കോട്ടണിലുള്ള അടിപൊളി ഒരു കുർത്തിയായിട്ട് നമ്മൾ നല്ല സ്ക്വയർ നെക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് ബട്ടൺ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സെയിം തന്നെ ടോണാ വെച്ചേക്കുന്നത്. ഇത് ഈ മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം ക്ലോസ് ആയിട്ട്. ഇതുപോലെ ഒരു കാന്ത സ്റ്റിച്ച് എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു ഓൾ ഓവർ ഒരു സ്റ്റിച്ചും പിന്നെ ഒരു സീക്വൻസും പോയിട്ടുണ്ട്. ഡൾ സീക്വൻസ് ആണ്, അത്രയും തിളങ്ങുന്നതൊന്നുമല്ല. കലംകാരി പ്രിന്റ് ആണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് ഇപ്പം ഈ ഒരു സീക്വൻസ് നിങ്ങൾ കണ്ടില്ലേ ക്ലോസ് ആയിട്ട്, അതുപോലെയാണ് പോയിക്കുന്നത്. അപ്പൊ ഞാനിതൊരു സിമ്പിൾ ആയിട്ട് ഒരു സ്ക്വയർ നെക്ക് വെച്ചിട്ട് ഇതുപോലെ സെന്ററിൽ ഒരു കട്ടിങ് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇതിനകത്ത് ഏത് ടോൺ വേണമെങ്കിലും നമുക്ക് ബോട്ടം വെയർ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ടോപ്പാണ് മാത്രം കാണിക്കുന്നത്, ലൈനിങ്ങിന്റെ ആവശ്യമില്ല, നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ ഇത് ബ്ലാക്ക് ആണ് ബേസ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ബ്ലാക്കിൽ ബ്ലൂവിന്റെ ഡിസൈൻ ആണ് കൂടുതൽ വരുന്നത് കണ്ടോ. അപ്പം ഈ ഒരു കളർ വേറെ ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടാവട്ടോ, സെയിം പാറ്റേൺ തന്നെ രണ്ടും ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ വേറെ ചെയ്ത കളർ ഇതാണ്. ഒന്നും കൂടെ ഞാൻ മെറ്റീരിയലിന്റെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. അതിനകത്ത് വേറൊരു യോക്കോ ഹാൻഡ് വർക്കോ ഒന്നും വേണ്ട, സെൽഫായിട്ട് ആ മെറ്റീരിയലിൽ തന്നെ ഒരു ഡിസൈൻ സീക്വൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പം ഇത് ലെങ്ത് 47 വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.